ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കാഴ്ചക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്നു. സാധാരണ ഒരു യുദ്ധത്തിൽ ആക്രമിക്കപ്പെടുന്ന രാജ്യം വെടിനിർത്തലിനായി യാചിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ ഇറാൻ ഒന്നിനും അപേക്ഷിച്ചിട്ടില്ല. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. എന്നിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നീട്ടി നൽകിയിരിക്കുന്നു. അതും പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്ക ഇറാൻ ആവശ്യപ്പെടാതെ തന്നെ വെടിനിർത്തൽ നീട്ടുന്നുവെങ്കിൽ അതിനർത്ഥം ഒന്നേയുള്ളൂ: അമേരിക്കയ്ക്ക് ഈ യുദ്ധം ഇനി താങ്ങാനാവില്ല. ഇറാൻ അപേക്ഷിച്ചില്ല, ഇറാൻ തലകുനിച്ചില്ല. എന്നിട്ടും ട്രംപ് എന്തിന് പിൻവാങ്ങി? ലോകം ഞെട്ടിയ ആ സൈലന്റ് വിക്ടറിയുടെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ് ഇറാന്റെ നയതന്ത്രപരമായ മൗനമാണ്. സാധാരണ ഒരു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ അവർ ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര വേദികളിലും ചെന്ന് സമാധാനത്തിനായി വാദിക്കും. എന്നാൽ ഇറാൻ അത് ചെയ്തില്ല. അവർ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ തുടരുകയും അമേരിക്കയുടെ ഒരു ഉപാധിക്കും വഴങ്ങില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാന്റെ ഈ അൺപ്രഡിക്റ്റബിലിറ്റി അഥവാ അടുത്ത നീക്കം എന്താകുമെന്നറിയാത്ത അവസ്ഥ അമേരിക്കയെ ഭയപ്പെടുത്തി. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകാതിരിക്കുമ്പോൾ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് അമേരിക്കക്ക് ഒരു നിശ്ചയവുമില്ലാതായി. ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്ത ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നത് ആത്മഹത്യാപരമാണെന്ന് പെന്റഗൺ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇറാൻ ആവശ്യപ്പെടാതെ തന്നെ വെടിനിർത്തൽ നീട്ടി നൽകാൻ ട്രംപ് നിർബന്ധിതനായത്. രണ്ടാമത്തെ കാരണം ഇറാൻ നടത്തിയ അസിമെട്രിക് വാർഫെയർ അഥവാ അസമമായ യുദ്ധമുറയാണ്. അമേരിക്കയുടെ പക്കൽ ശതകോടികൾ വിലയുള്ള യുദ്ധക്കപ്പലുകളും മിസൈലുകളുമുണ്ട്. എന്നാൽ ഇറാൻ അവയെ നേരിട്ടത് വെറും $10,000 വിലയുള്ള ഡ്രോണുകൾ കൊണ്ടാണ്. ഇതിലൂടെ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. ഒരു ചെറിയ ഡ്രോണിനെ വെടിവെച്ചിടാൻ ദശലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നു. ഇത് അമേരിക്കയുടെ ഖജനാവിനെ ചോർത്തി. യുദ്ധം നീണ്ടുപോകും തോറും ഇതിന്റെ ചെലവ് താങ്ങാൻ കഴിയില്ലെന്ന് അമേരിക്കക്ക് നിശ്ചയമായപ്പോൾ അവർ വെടിനിർത്തൽ നീട്ടി ഒരു സേഫ് എക്സിറ്റ് കണ്ടെത്തുകയായിരുന്നു. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയമാണ്. നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ വരികയാണ്. യുദ്ധം കാരണം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നാൽ അത് അമേരിക്കയിലെ ജനങ്ങളെ ട്രംപിനെതിരെ തിരിക്കും. പെട്രോൾ വില വർദ്ധിക്കുന്നത് ഏതൊരു അമേരിക്കൻ പ്രസിഡന്റിനും തെരഞ്ഞെടുപ്പിൽ വലിയ ഭീഷണിയാണ്. ഹോർമുസ് കടലിടുക്കിനു മേലുള്ള ഇറാന്റെ നിയന്ത്രണം എണ്ണവിലയെ മാറ്റാൻ ഏത് നിമിഷവും മാറ്റാൻ പ്രാപ്തമാണ്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിലും സ്വന്തം വോട്ട് സംരക്ഷിക്കാൻ ട്രംപിന് വെടിനിർത്തൽ നീട്ടേണ്ടി വന്നു. അതായത് ഇറാന്റെ സൈനിക ശക്തിയേക്കാൾ ഉപരിയായി അവരുടെ തന്ത്രപരമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അമേരിക്കയെ മുട്ടികുത്തിച്ചുവെന്ന് വേണം കരുതാൻ. ചുരുക്കത്തിൽ ഈ വെടിനിർത്തൽ ഇറാൻ ചോദിച്ചു വാങ്ങിയതല്ല, മറിച്ച് അമേരിക്കയുടെ ഗതികേട് കൊണ്ട് നൽകപ്പെട്ടതാണ്. ഒരു മഹാശക്തി തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടും തല കുനിക്കാതെ നിന്ന ഇറാന്റെ നിശ്ചയദാർഢ്യം ഇവിടെ ജയിച്ചു. അമേരിക്ക ഒറ്റപ്പെടുകയും ഇറാൻ പുതിയ സഖ്യങ്ങളിലൂടെ കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്തു. അൽ ജസീറയിലെ ആൻഡ്രൂ മിത്രോവിക്ക പറഞ്ഞതുപോലെ, വിജയികൾ എന്നത് പലപ്പോഴും അവശേഷിക്കുന്ന അവശിഷ്ടങ്ങളുടെ ഉടമസ്ഥാവകാശം മാത്രമാണ്. ഇറാന് മുറിവേറ്റിട്ടുണ്ടാകാം, പക്ഷെ അവർ തോറ്റിട്ടില്ല. ആവശ്യപ്പെടാതെ കിട്ടിയ ഈ വെടിനിർത്തൽ ഇറാന്റെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമായി ചരിത്രം രേഖപ്പെടുത്തും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. നന്ദി.